എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി പുട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾ റാഗി പുട്ട് കഴിച്ചിട്ടുണ്ടാവും, ഗോതമ്പ് പുട്ട് കഴിച്ചിട്ടുണ്ടാവും, സാധാരണ നമ്മളുടെ അരിപ്പുട്ട്, അങ്ങനെ വെറൈറ്റി ആയിട്ട് പുട്ടുകൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടൺ മഷ്റൂം കണ്ടില്ലേ, മഷ്റൂം വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ലേയേർഡ് പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ബട്ടൺ മഷ്റൂമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 2 ബട്ടൺ മഷ്റൂം നുറുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, മല്ലിയില, ഉപ്പ്, സവാള, കറിവേപ്പില, പിന്നെ പ്രധാനമായ ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. പിന്നെ നാളികേരം, അല്പം നെയ്യ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് താളിക്കാൻ വേണ്ടി അല്പം ജീരകവും കടുകും കൂടിയാണ് വെച്ചിരിക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇതേപോലെ ഒരു 20 ഗ്രാം ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതൊന്ന് നന്നായി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് ചുമക്കണ്ട, ഒന്ന് നന്നായി ചൂടായാൽ മതി. ഗോതമ്പ് പൊടി ഒരു 2 മിനിറ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ. മറ്റൊരു പാനിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ജീരകവും ഒരു നുള്ളു കടുകും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു പച്ചമുളകും അല്പം ഇഞ്ചിയും ഈ സവാളയും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് നന്നായി ഫ്രൈ ആക്കിയെടുക്കാം. ഈ ഫ്രൈ ആക്കുന്നതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ബാക്കി ഉപ്പ് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഗോതമ്പ് പൊടിയിലേക്കിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ആക്കിയ സവാളയിലേക്ക് നുറുക്കിയ മഷ്റൂം ഇട്ട് കൊടുക്കാം. ഒരു 2 മഷ്റൂമാണ് നുറുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന് നിങ്ങൾക്കെല്ലാം നന്നായി അറിയാം മഷ്റൂം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പറ്റിയ ഒരു പുട്ടാണ് കേട്ടോ. ഒരു വെറൈറ്റി പുട്ടും കൂടിയാണ്. ഇതും കൂടി ഒന്ന് നമുക്ക് നന്നായി ഫ്രൈ ആക്കി എടുക്കാം. ചിരട്ടപ്പുട്ടിന് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടുള്ള ചേരുവകളാണ് നമ്മളുടെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. നന്നായി ആറുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം. ഫ്രൈ ആക്കിയ ചേരുവയിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ബാക്കി അതേപോലെ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഈ മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കഴിഞ്ഞു. ബാക്കി ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ മസാലയിലുള്ള ജലാംശമുണ്ടാവും, അത് വെച്ച് കുഴയ്ക്കാം. വേണമെങ്കിൽ മാത്രം ഒന്ന് തളിച്ചാൽ മതി. കുഴച്ച് നോക്കാം നമുക്കൊന്ന്. നന്നായി ഇളക്കിയതിന് ശേഷം അല്പം നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം ചേർക്കുമ്പോഴും അതിലും ജലാംശം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മാത്രം മതി വെള്ളം ഒഴിക്കൽ വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഒന്ന് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതാണ്ടാവും, വെള്ളമൊന്നും വേണ്ട, അല്ലാതെ തന്നെ അത് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ ചിലപ്പം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് ഇളക്കേണ്ടി വരും. വേറൊരു മഷ്റൂം എടുത്ത് 4ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് ഒരു 2-3 മിനിറ്റ് വെക്കാം കേട്ടോ. ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മഷ്റൂം പുട്ടുകുറ്റിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ പുട്ടുകുറ്റിയിൽ വെക്കുക. മുകളിൽ കുറച്ച് മാവ്, ഗോതമ്പ് മസാലയൊക്കെ ചേർത്ത് ഇളക്കിയ മാവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും അല്പം ഒരു നാളികേരം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഫ്രൈ ആക്കി വെച്ച മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുക. ഒരു വെറൈറ്റി പുട്ടാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് അതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇതാ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കാണുന്നത് പോലെ തന്നെയാണ് കഴിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഫ്രൈ ആക്കിയ മഷ്റൂം, ഒരല്പം നാളികേരം, ഒരു നുള്ളു മല്ലിയില എന്നിവ ചേർത്ത് നമുക്കൊരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം.
സ്റ്റീം ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുക്കറിൻ്റെ മുകളിലേക്ക് നമ്മൾ പുട്ട് വെച്ച് കഴിഞ്ഞു. അതിലെ സ്റ്റീം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഒന്ന് അടുപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. രുചികരമായ മഷ്റൂം ലേയേർഡ് പുട്ട് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.